ഇന്ന് അടുക്കളപ്പണി നിങ്ങൾ ഏറ്റെടുത്തോ? അച്ഛനും അമ്മയൊക്കെ എവിടെ? അവരെ കാണുന്നില്ലല്ലോ. അവരൊക്കെ അമ്പലത്തിൽ പോയി. ഇപ്പൊ വരാന്നും പറഞ്ഞാ പോയേ. ഇന്നുകൊണ്ട് അമ്പലത്തിലെ ഉത്സവം കഴിയല്ലേ, ചിലപ്പോ വല്ല പൂജയും കാണും. നേരാ, എത്ര പെട്ടെന്നായി ദിവസങ്ങളൊക്കെ പോയേ. ഇതാര്? മിത്തു ചേച്ചിയോ? നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഞാനിവിടെ നിന്നോളാം. എന്താണ് മിത്തു, ശബ്ദത്തിനൊരു കടുപ്പമൊക്കെ? നിങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണോ എന്റെ ചേച്ചിക്ക് നേരം വെളുത്തേ? അതിന് 8 മണി ആയതല്ലേ ഉള്ളൂ. വീട്ടില് സപ്പോർട്ടിംഗ് സിസ്റ്റം എത്തിയല്ലോ. വാ, ഇരിക്ക്, കഴിക്കാം. ഡി ചേച്ചി, അത് നിനക്ക് അലർജി അല്ലേ? പിന്നെ എന്തിനാ കഴിക്കുന്നേ? നിന്നോടല്ലേ അത് കഴിക്കരുതെന്ന് പറഞ്ഞേ. എന്തുവാ ചേച്ചി ഇത്? ചിലപ്പോൾ കഴിക്കാൻ ആഗ്രഹം കൊണ്ടായിരിക്കും. ഇത് അവൾക്ക് അലർജിയാ, അവൾക്കത് കഴിച്ചുകൂടാ. ഏട്ടാ, നിങ്ങളും ചേച്ചിയായിട്ട് വല്ല പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല എന്താണ്. ഇന്നലെ തൊട്ട് ഞാൻ അവളായിട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൾ എൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി പോകുക. ഏട്ടാ, എനിക്കിത് അവളായി തോന്നുന്നില്ല. നീ എന്തുവാ ഈ പറഞ്ഞു വരുന്നേ? ഏട്ടാ, അവളുടെ നോട്ടം, അവളുടെ സംസാരം എല്ലാം എനിക്ക് വേറൊരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ തൊട്ട് അവൾ അഗ്നിയെ നോക്കുന്നത് അവനെന്തോ കുറ്റം ചെയ്ത പോലെയാണ്. എനിക്കെന്താ ആകെ കൂടി പേടിയാവുന്നു. അഗ്നി, അവൻ... ഏട്ടൻ പേടിക്കാതെ, ഏട്ടനിപ്പോൾ വാ, നമുക്ക് അഗ്നിയോട് പോയി സംസാരിക്കാം. അഗ്നി, താനിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മിത്തു, എനിക്ക് നിന്നോട്... ഭദ്ര, നിനക്കെന്താ പറയാനുള്ളേ? ആർ യു ഓക്കെ? ഹാ, ഞാൻ ഓക്കെയാ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ? അതായിരുന്നോ? പോവാം. ഞാനൊന്ന് പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നാ വേഗം പോയി വാ. എന്തേ പോകുന്നില്ലേ? എന്താണ് മിസ്റ്റർ അഗ്നി, ഈ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഭദ്ര, ഐ ലവ് യു ആൻഡ് ഐ എം സോറി. എൻ്റെ ഫസ്റ്റ് കിസ്. നീ പറഞ്ഞ പോലെ ഞാൻ ചിലപ്പോൾ ഒരു മുരടനായിരിക്കാം, പക്ഷേ ഐ എം നോട്ട് എ പ്ലേ ബോയ്. ഐ റിയലി ലവ് യു. ഐ നോ ഇറ്റ്സ് ഹാർഡ് ടു അക്സെപ്റ്റ് ഇറ്റ്, ബട്ട് ടേക്ക് യുവർ ടൈം. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഇത്ര ഫാസ്റ്റ് ആവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതെ, എങ്ങോട്ടാ പോകണ്ടേ? എനിക്കറിയില്ല. എങ്ങോട്ടാണെങ്കിലും ഞാൻ ഓക്കെയാ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും അങ്ങനെ അറിഞ്ഞൂടാ. അതൊന്നും കുഴപ്പമില്ല, എങ്ങോട്ടാണെങ്കിലും ഞാൻ ഓക്കെയാ. വാ, ഇറങ്ങി. വാവ്, തനിക്കിവിടെ കംഫർട്ടബിൾ ആകുമെന്നറിയില്ല. തനിക്കൊരു കാര്യം അറിയോ? അമ്യൂസ്മെൻറ്റ് പാർക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലേസസ്. താങ്ക് യു അഗ്നി. मुझको बसा
ഭദ്ര, നീ ഹാപ്പിയാണോ? പെണ്ണില്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസം വരെ കാണില്ല. താങ്ക് യു. തനിക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാ പറയുന്നേ, ആരെയും അങ്ങനെ കണ്ണടച്ച് ജഡ്ജ് ചെയ്യരുതെന്ന്. ആയിക്കോട്ടെ മാഷെ, ഇനി ശ്രദ്ധിച്ചോളാം. പിന്നെ അഗ്നി, താനാ കിസ് ചെയ്തത് അപ്പോഴത്തെ ടെൻഷൻ്റെ പുറത്താണോ അതോ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്തായിരുന്നു, എൻ്റെ പ്രോപ്പർട്ടിയെ കൊണ്ടല്ലാണ്ട് വേറെ ആരും എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടി, ഒരിക്കൽ എൻ്റെതായ സാധനം ജീവിതകാലം മൊത്തം എൻ്റേതായി കീപ്പ് ചെയ്യുന്നതാ എൻ്റെ ഒരു പോളിസി. അപ്പോൾ എങ്ങനെയാ, റെഡിയല്ലേ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. എന്നാ വാ. എത്ര നേരമായി നിന്നെയൊക്കെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് എത്തിയില്ലേ അമ്മ? മോളെ, നിനക്കൊന്നും ഞങ്ങളുടെ ടെൻഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ദേവച്ച, വേണ്ട, ഈ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചതാ. വെറുതെ ഇതിൻ്റെ പേരും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതൊക്കെ വിട്. രണ്ടുപേരും കഴിച്ചിട്ടാണോ വന്നേ? ആ, ഞങ്ങൾ കഴിച്ചായിരുന്നു. എന്നാൽ പോയി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഭദ്രയെ പുറത്തു കൊണ്ടുപോയത് ഞാനാ. അവളെ പുറത്തു കൊണ്ടുപോകാൻ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ച് വീട്ടിലെത്തിക്കാനും എനിക്കറിയാം. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. എൻ്റെ മോൻ തന്നെയാണോ ആ പോയേ? അത് തന്നെ. ഭദ്രയ്ക്കും മഹിക്കും വേണ്ടിയല്ലാണ്ട് വേറെ ആർക്കും വേണ്ടി അവനിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇനി അവരെങ്ങാനും... ദേ ഏട്ടാ, നിങ്ങൾ വാടിച്ചിരുന്നു. എങ്ങാനും അവർ തമ്മിൽ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ സമയമാകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് തന്നെ വന്ന് പറയും. അല്ലാണ്ട് നമ്മളിടയിൽ കയറി കുളവാക്കണമെന്നില്ല. എന്താ മോനെ എൻ്റെ വിച്ചൂട്ടിയുമായിട്ടൊരു ചുറ്റിക്കളി? ഏട്ടാ, എനിക്ക് ഭദ്ര ഇഷ്ടമാണ്. ഐ എം സീരിയസ് അബൌട്ട് ദിസ്. ഡാ, എനിക്കറിയാം നീ തമാശയ്ക്കൊന്നും അല്ലെന്ന്. പക്ഷേ നീ ഇത് അവളോട് പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞല്ലോ. ഏട്ടൻ്റെ അനിയന് വേണ്ട മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓഹോ, അപ്പോൾ എൻ്റെ അനിയനെ വളച്ച് ചാക്കിലാക്കി. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. നിന്റെ ചേച്ചിയാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എൻ്റെ വീട്ടിൽ നിന്നെയും കൂടി സഹിക്കണമല്ലോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ എൻ്റെ ചേച്ചിയെ കെട്ടണ്ട. അവളെ നല്ല സുന്ദരന്മാർ വല്ലം വന്ന് കെട്ടിക്കോളും. എന്താടി എനിക്കൊരു കുറവ്? ഞാനും സുന്ദരനല്ലേ? പിന്നെ പിന്നെ വലിയ സുന്ദരം വന്നിരിക്കുന്നു. എൻ്റെ ചേച്ചി പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ദേവമ്മ എവിടേക്കുമായിരുന്നു? ഞാക്കിടാനുള്ള ഡ്രസ്സ് എവിടെ? ആ, ഇന്നാ മഹിക്കുള്ളതും ഉണ്ട് കേട്ടോ. അഗ്നിക്കുള്ളത് മെത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചേച്ചിയോ? അവളെന്തിനാ അത് കൊണ്ടുപോയേ? എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞതാ. പക്ഷെ അവള് കേൾക്കണ്ടേ, അതുമായി അങ്ങ് പോയിട്ടുണ്ട്. മിത്തു, വിച്ചു, ഏട്ടാ, അവളെ എടുത്ത് ബെഡിൽ കിടത്ത്. അപ്പോൾ ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? മിത്രയുടെ ദേഹത്ത്? എനിക്കറിയില്ലടാ, എനിക്കൊന്നും അറിയില്ല. പക്ഷെ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കൈക്ക് നല്ല വേദനയുണ്ടോ? നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, ഞാൻ ഓക്കെയാ. അതെൻ്റെ മുഖത്ത് നോക്കി പറ. എനിക്ക് പേടിയാ അഗ്നി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവൾക്കൊന്നും സംഭവിക്കില്ല. നമ്മളില്ലേ ഇവിടെ?
ചേച്ചിക്ക് എവിടെ നിന്നായി മുല്ലപ്പൂ കിട്ടിയേ? അത് മഹിയേട്ടൻ തന്നതാ. ഡോ കള്ള ഏട്ടാ, ഞാൻ ചോദിച്ചപ്പോ താൻ എന്തുവാ പറഞ്ഞ്? അവിടെ മുല്ലപ്പൂ ഇത്തിരി ഉള്ളായിരുന്നോ? ഞാൻ ഇതും കൊണ്ട് വന്നപ്പോ നന്ദ അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, അതാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ വിശ്വസിച്ചു. ദേ പിള്ളേരെ, ഞങ്ങൾ പുറത്തു കാണും, നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക്. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ അങ്ങ് വന്നേക്കാം. എന്ത് വാടിയത്? ഇത് കുറച്ച് റിവീലിംഗ് അല്ലേ? നീ ഇങ്ങനത്തെ മോഡലൊന്നും എടുക്കാത്തതല്ലേ? പിന്നെന്താ? നിനക്കൊന്നും വേണ്ടിയല്ല ഞാൻ ഇത് ഉടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉടുത്തതാ. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ദാ പോണ്. ഈ ചേച്ചിക്ക് എന്തു പറ്റി? കുറച്ച് ദിവസമായല്ലോ തൊട്ടേനെ പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ട്. ഏട്ടാ, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. താൻ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഭദ്രേട്ടൻ എവിടെ? ഞാൻ ഏട്ടനെ വിളിക്കാൻ വന്നതാ. ഏട്ടൻ താ നിൽക്കുന്നു. അതെ, കാണാൻ കൊള്ളാട്ടോ. ബാക്കി ഫോട്ടോസൊക്കെ വന്നിട്ട് എടുത്താൽ പോരെ? ഭദ്ര, നിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, അത് ടാബ്ലറ്റ് കഴിച്ചപ്പോൾ മാറി. ആഹാ, ഇതാര്? വിച്ചു? എന്തേ, അഗ്നിയെ കാണാഞ്ഞോണ്ട് വന്നതാ? ഓ, ഇയാളെ കൊണ്ട്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ കെട്ടുമല്ലോ. ദേ ഏട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയാ, സത്യം പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും. ഏട്ടാ മതി, ഇതൊക്കെ ഒരു രസമല്ലേ, അല്ലേ വിച്ചു? ഓ, എനിക്കിത് വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. ബാക്കി ഇനി വന്നിട്ട് തല്ലുകൂടാ. നിങ്ങൾ വാ. നിങ്ങൾ വന്നോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അല്ല, മിത്ര എന്തേ? കുറച്ച് ദിവസമായിട്ട് അവള് ഭയങ്കര ദേഷ്യത്തില. ഞാനുമായിട്ട് മിണ്ടുന്നോടെയില്ല. ദേ ഇപ്പൊ പുറത്തോട്ട് പോയിട്ടുണ്ട്. എന്റെ പൊന്നു കൊച്ച്, എന്ത് കോലമായത്! നിനക്ക് ആ സാരിയൊക്കെ ഒന്ന് നേരെ ഉടുത്തൂടെ? എനിക്കിപ്പോൾ ഇങ്ങനെ ഉടുക്കാനാ സൗകര്യം. നിനക്ക് പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി. മിത്തു, അമ്മ, നമുക്കിറങ്ങാം. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റായി. അത് തന്നെ കൊച്ചു പറഞ്ഞ നേരാ. വാ, ഇപ്പൊ തന്നെ വൈകി. ദേ പിള്ളാരെ, നല്ല തിരക്കുണ്ട്. ഒറ്റക്കൊന്നും പോയി ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകരുത്. അത് തന്നെ, ഫോണൊക്കെ സൈലന്റ് നിന്ന് മാറ്റി വെച്ചോണം. വിളിച്ചാൽ പോലും കേക്കില്ല ഒന്നും. ശരി അച്ഛാ. ഏട്ടാ വാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നടക്കുന്ന, ഞാൻ വരാം. ഡാ കിച്ചു, എനിക്കും കൂടി. നിനക്കൊന്നും വേണ്ടേ? ആവശ്യത്തിൽ കൂടുതൽ വീട്ടിലിരിപ്പുണ്ട്. പിന്നെ എനിക്കിതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതെ, ലണ്ടനിലെ നമ്പർ 1 CEO ഇവൻ ഇത്ര ലാഭമൊന്നും നീ ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ. ഓർമ്മിപ്പിച്ചതിൽ താങ്ക്സ്. അടുത്ത പ്രാവശ്യം നോക്കാട്ടോ. ഭദ്ര, ഇതാര്? എപ്പോ എത്തി? ദേ, നിന്നെ കാണാഞ്ഞിട്ട് ഒരാൾ കയറും പൊട്ടിച്ച് നടപ്പുണ്ട് കേട്ടോ. ഭദ്ര, വേഗം വാ. ദേ, അയാൾ അവിടെ നിപ്പുണ്ട്. ഏട്ടാ, എന്നാ ഞങ്ങൾ ഇപ്പൊ വരാം. ഭദ്ര, ഞാനിവിടെ കാണും. താൻ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കേ. എങ്ങോട്ടാടാ രണ്ടും കൂടി? അത് പിന്നെ ഏട്ടാ, അവനൊരു കൊച്ചിനെ ഇഷ്ടം. അതിനെ സെറ്റാക്കാൻ പോകുന്ന വഴി അത്. അതിന് ഭദ്ര എന്തിനാ? അവന് തന്നെ പൊയ്ക്കൂടെ? ഇത് പറ്റൂല, അവന്റെ രക്ഷകയാണ് അവള്. എൻ്റെ ഏട്ടാ, അവൻ അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 കൊല്ലമായി. കഴിഞ്ഞ പ്രാവശ്യം അവൻ പറയാൻ ചെന്നപ്പം അവളുടെ അച്ഛനുണ്ടായിരുന്നു കൂടെ. അവൻ അയാൾ കാണേണ്ട താമസം. ഇറങ്ങി ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ ആ കൊച്ചു ഭദ്രനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ പ്രാവശ്യം പോയി തല്ലു വാങ്ങുമോ? ഏയ്, ഭദ്ര ഇല്ലേ കൂടെ, അതുകൊണ്ട് പേടിക്കണ്ട.
അതെ, ഒന്ന് പതുക്കെയൊക്കെ നോക്കാം. അത് നിന്റെ പ്രോപ്പർട്ടി തന്നെയാ. ആഹാ, ഇതാര്? ഭദ്ര കൊച്ചോ? എത്ര നാളായിടെ ഒന്ന് കണ്ടിട്ട്. എൻ്റെ ഭദ്ര, നീ ഇങ്ങനെ നോക്കാതെ, ഞങ്ങളുടെ കൺട്രോൾ പോകുന്നു. എന്താ മോളെ, ആ പഴയ ശീലമൊക്കെ അങ്ങ് മാറിയോ? അതെനിക്കറിയില്ലടി, പക്ഷെ ഭദ്രയ്ക്ക് നല്ല മാറ്റമുണ്ട്. നോക്കിക്കേ, എന്ത് രസമാണ് കാണാൻ. എന്താ മോളെ, നമുക്ക് ആ പഴയ ബന്ധമൊന്ന് പുതുക്കിയാലോ? ബന്ധം ഞാൻ പുതുക്കിയാൽ മതിയോ? ആരാടീവൻ? പുതിയ സെറ്റപ്പാ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്തുവാടാ, ഭദ്രനെ അറിയാം, പക്ഷെ അവൾ കെട്ടാൻ പോകുന്ന ചെറുക്കനെ നിനക്കറിയില്ലേ? ശേ, മോശത്തരമായിപ്പോയി. ഡാ, ദേ പിള്ളേരെ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. എന്തിനാ വെറുതെ തല്ലുവാങ്ങുന്നേ? ഞങ്ങളുടെ ചെറുക്കനെ തല്ലിയിട്ട് പോകാമെന്ന് നീയൊക്കെ വിചാരിക്കണ്ട. ഏട്ടാ, നീ പേടിക്കാതെ, അവന്മാർക്ക് 2 തല്ലിൻ്റെ കുറവുണ്ട്. അത് അവനങ്ങ് തീർത്തു കൊടുത്തോളൂ. എന്തോന്നാ ഇവിടെ? അങ്ങോട്ട് മാറി നിൽക്ക്. നീ ഡാ, എന്താ ഇത്? അഗ്നി, നിർത്ത്. നിന്നോട് നിർത്താനാ പറഞ്ഞേ. കിച്ചു, നീ ഇവരെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോ. ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. അവനെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഡേ പിള്ളേരെ, നീയൊക്കെ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നേ വരെ ഒരാവശ്യമില്ലാണ്ട് എൻ്റെ ചെറുക്കൻ ഒരു പിള്ളേരുടെ ദേഹത്ത് കൈ വെച്ചിട്ടില്ല. പിന്നെ നീയൊക്കെ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പിള്ളേരുടെ അടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ തന്തയാരാന്ന് നീ ശരിക്കും അറിയും. എടീ പിള്ളേരെ, നിനക്കൊന്നും ഒരു നാണവും മാനവും ഇല്ലേ? സ്വന്തം വില കളയാൻ വേണ്ടി ഇവന്മാരുടെ കൂടെ ഇറങ്ങിക്കോളും. വീട്ടിൽ പൊടി. എന്തോ നാട് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയെ. ഞങ്ങളെങ്ങാനും വരാൻ വൈകിയിരുന്നെങ്കിലോ നീ ആ ചെറുക്കനെ കൊന്നേനെ. അവനത് ചോദിച്ചു വാങ്ങിയതാ. ഭദ്രേ, നീ ഒറ്റൊരുത്തനായി ചെറുക്കനെ വഷളാക്കുന്നേ. എന്താ അവിടെ ശരിക്കും ഉണ്ടായേ? അഗ്നി എന്തിനാ ചെറുക്കനെ തല്ലിയേ? അവൻ ഭദ്രയോട് മോശമായി സംസാരിച്ചു. പോരാതിട്ട് എന്നെ കയറി തല്ലി. ഈ തല്ലിൻ്റെ പേര് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നിനക്കറിയോ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച പട്ടിയെ തല്ലുന്ന പോലെ ആ ചെറുക്കനെ തല്ലി. ഇനി അവരൊക്കെ എന്തൊക്കെ പറയുമെന്നറിയോ? ഇനി നിങ്ങളായിട്ട് ആരും ഇവിടുന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകരുത്, കേട്ടോ പറഞ്ഞേ? പ്ലീസ് ഒന്ന് നിർത്ത്. അതെങ്ങനെയാ? ഞങ്ങളുടെ ടെൻഷനും വിഷമമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അമ്മ, ഭദ്ര മോളെ എഴുന്നേക്ക്. ഏട്ടാ, കുഞ്ഞ്, ഏട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്, എനിക്ക് പേടിയാവുന്നു. ഭദ്ര കണ്ണ് തുറക്കടി പ്ലീസ്, ചേച്ചിയാ പറയുന്നേ. ഏട്ടാ, വണ്ടി എടുക്ക്.